ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന പാകിസ്ഥാനി പോയിറ്റ് എഴുതിയ ഒരു പോയമാണ് വെൻ ഓട്ടം കെയിം. നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പോയിറ്റാണ് ഇദ്ദേഹം. കൂടാതെ ലെനിൻ പീസ് പ്രൈസ് ആദ്യമായി കരസ്ഥമാക്കിയ സാഹിത്യകാരൻ കൂടിയാണ് ഫൈസ് അഹമ്മദ് ഫൈസ്. ടിറനി ഓഫ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, ടിറനി ആൻഡ് ഒപ്രഷൻസ്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ റെവല്യൂഷണറി പോയിട്രീസിൽ പൊതുവെ കണ്ടുവരുന്ന തീംസാണ്. ഈ തീംസൊക്കെ ഉള്ള ഒരു പോയമാണ് വെൻ ഓട്ടം കെയിമും. പോയം നോക്കിയാൽ the poem goes like this. This is the way that autumn came to the trees. It stripped them down to the skin, left their ebony bodies naked. It shook out their hearts, the yellow leaves, scattered them over the ground. Anyone could trample them out of shape, undisturbed by a single moan of protest. The birds that herald dreams were exiled from their song, each voice torn out of its throat. They dropped into the dust even before the hunter strung his bow. Oh, God of may have mercy, bless these withered bodies with the passion of your resurrection. Make their dead veins flow with blood again. Give some tree the gift of green again. Let one bird sing. അപ്പോൾ പോയം നോക്കിയാൽ ഇതിൻ്റെ സർഫസ് റീഡിങ്ങിൽ നമ്മൾ കാണുന്നത് ഓട്ടം എന്ന സീസൺ എപ്രകാരമാണ് നേച്ചറിനെ, പ്രകൃതിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ W.B. കീറ്റ്സിൻ്റെയൊക്കെ ടു ഓട്ടം എന്ന പോയമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അവിടെയൊക്കെ നേച്ചറിനൊരു പോസിറ്റീവ് അസോസിയേഷനാണ്. അതായത് എപ്രകാരം ആണ് ഓട്ടത്തിൻ്റെ സമയത്ത് പ്രകൃതി വർണ്ണാഭമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓട്ടം എന്ന സീസണെ ആസ്വാദന രീതിയിലാണ് ടു ഓട്ടം എന്ന W.B. കീറ്റ്സിൻ്റെ പോയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ നിന്ന് നേരെ വിപരീതമായി ഒരു നെഗറ്റീവ് അസോസിയേഷനാണ് ഫൈസ് അഹമ്മദ് ഫൈസ് ഈ പോയത്തിൽ, അതായത് വെൻ ഓട്ടം കെയിം എന്ന പോയത്തിൽ ഓട്ടം എന്ന സീസണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ ഓട്ടത്തെ ഒരു മോൺസ്റ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്ട്രസ് ആയി ഒരു നശിപ്പിക്കുന്ന ശക്തിയുള്ള ഒരു നശീകരണ സീസണായിട്ടാണ് കാണിക്കുന്നത്. അതായത് എപ്രകാരമാണ് മരങ്ങളെയും പക്ഷികളെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഓട്ടം ഡിസ്ട്രോയ് ചെയ്യുന്നത്, ഓട്ടം സപ്രസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ പോയം പറയുന്നത്. സോ സ്റ്റാൻസ ബൈ സ്റ്റാൻസ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഓട്ടത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇൻ ദ ട്രീസ് ആണ്. അതായത് എപ്രകാരമാണ് മരങ്ങളിൽ ഓട്ടം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പോയം നോക്കിയാൽ നമുക്ക് കാണാം ഓട്ടം ഇപ്രകാരമാണ് മരങ്ങളിലേക്ക് വരുന്നത്. അവ മരത്തിൻ്റെ തൊലികളെ ഉരിക്കുന്നു, ഇലകളെ കുഴിക്കുന്നു. ഇലകളെ കുഴിക്കുമ്പോഴാണ് മരങ്ങൾ നഗ്നരാവുന്നത്. അപ്പോൾ ബോഡീസ് നേക്കഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം മരങ്ങളിലൊക്കെ പേഴ്സണിഫൈ ആണ് ചെയ്യുന്നത് പോയിട്ട് ഇവിടെ. അതായത് ഹ്യൂമൻ ക്വാളിറ്റീസ് ഫീച്ചേഴ്സൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പേഴ്സണിഫിക്കേഷനാണ് നടക്കുന്നത് ബോഡീസ് നേക്കഡ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഓട്ടം വന്നപ്പോൾ ഇലകൾ കൊഴിയുന്നു, പച്ച ഇലകളൊക്കെ മഞ്ഞയാവുന്നു. മഞ്ഞ ഇലകൾ എന്ന് പറയുമ്പോൾ കൊഴിയുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജാണ്. ഇലകൾ കൊഴിയുന്നതിന് തൊട്ട് മുൻപ് മഞ്ഞയാവുന്നു. അപ്പോൾ ഇവിടെ യെല്ലോ ലീവ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീകം എന്ന് പറയുന്നത് ഹോപ്പ്ലെസ്നെസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ലൈഫ്ലെസ്നെസ് അല്ലെങ്കിൽ എംപ്റ്റിനെസ്, അങ്ങനെ ഒരു ഡെഡനിങ് ആയ എഫക്റ്റാണ് ഈ യെല്ലോ ലീവ്സ്. കാരണം കൊഴിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടവർ, അതായത് ജീവനില്ലാത്തൊരു എംപ്റ്റിനെസ്, ഒരു ഡാർക്ക് ഡേയ്സ് ഒക്കെയാണ് യെല്ലോ ലീവ്സ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഇമേജ്. അങ്ങനെ മരങ്ങളുടെ ഹാർട്ട് ഷൂക്ക് ചെയ്ത് അങ്ങനെ മരങ്ങളെ ഇല്ലാതാക്കുന്നു, മരങ്ങളെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ മരങ്ങൾക്ക് ഇലകൾ കൊഴിഞ്ഞ് അവയ്ക്കൊന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എത്തിക്കുന്നു, അവരെ വോയിസ്ലെസ് ആക്കുന്നു. സോ ഈ ഒരു ഇമേജാണ് ഫസ്റ്റ് സ്റ്റാൻസിൽ കാണുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ പോലെ സെക്കൻഡ് സ്റ്റാൻസ നോക്കിയിട്ടുണ്ടെങ്കിൽ മരങ്ങൾ അല്ലെങ്കിൽ ഓട്ടം എന്ന സീസൺ എപ്രകാരമാണ് പക്ഷികളിൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പക്ഷികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതായത് മരങ്ങളെ ഇലകൾ കുഴിക്കുന്നു, അതുപോലെ പക്ഷികളെ നോക്കുകയാണെങ്കിൽ അവരുടെ വാസസ്ഥലം, അതായത് മരങ്ങൾ ഇലകൾ നഷ്ടപ്പെട്ട് മരങ്ങൾ വാസസ്ഥലമല്ലാതാവുന്നു, വാസയോഗ്യമല്ലാതാക്കി തീർക്കുന്നു. അങ്ങനെ പക്ഷികൾ വേറെ വഴിയില്ലാതെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഹവാസ കേന്ദ്രം അല്ലെങ്കിൽ ഒരു വാസസ്ഥലം തേടി ചേക്കേറുന്ന, പലായനം ചെയ്യുന്ന ഒരു ഇമേജ്. അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു പക്ഷികളുടെ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥ എന്ന് പറയുന്നത് ഒരു വേട്ടക്കാരൻ വേട്ട ചെയ്യുന്നതായിരിക്കാം, ഹണ്ട് ചെയ്യുന്നതായിരിക്കാം, പക്ഷികൾ ഉന്നം വയ്ക്കുന്നതായിരിക്കാം പക്ഷികളുടെ ഏറ്റവും ദുരിതമായ വിധി എന്ന് പറയുന്നത്. പക്ഷേ പോയിറ്റോട് പറയുന്നു
ഒരു വേട്ടക്കാരൻ പക്ഷിയെ ഉന്നം വയ്ക്കുന്നതിന് മുമ്പേ അതിലും വളരെ ദുരിതമായി പക്ഷികൾക്ക് മറ്റൊരു വാസസ്ഥലം തേടി പലായനം ചെയ്യപ്പെടേണ്ടതായി വരുന്നു. അവരുടെ എക്സിസ്റ്റൻസ് പൂർണ്ണമായും ഇല്ലാതാവുന്നു. അങ്ങനെ പക്ഷികളെ എപ്രകാരമാണ് ഓട്ടം നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ കാണുന്നത്. അതുപോലെ തേർഡ് സ്റ്റാൻസ്, അതായത് ലാസ്റ്റ് സ്റ്റാൻസ് നമ്മൾ കാണുന്നത് പോയറ്റ് ദൈവത്തോട് ഈ മരങ്ങളിൽ ഇലകൾ തിരിച്ചു വരാനും അവരുടെ ജീവൻ റിന്യൂ ആവാനും അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാവാനും അല്ലെങ്കിൽ റിസറക്ഷൻ ഉണ്ടാവാനും, റിസറക്ഷൻ എന്ന് പറയുമ്പോൾ റൈസ് ഫ്രം ഡെത്ത്, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനും ഒക്കെ ആയിട്ട് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇത് പോയിട്ട് വിഷ് ചെയ്യുന്നത് മരങ്ങളിൽ പഴയ പോലെ ഇലകൾ വന്ന് വീണ്ടും ഗ്രീൻ ലീവ്സ്. ലാസ്റ്റ് വരി നമുക്ക് നോക്കാം. ഗീവ് സം ട്രീ ദ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ അഗെയിൻ. ഇവിടെ ഗ്രീൻ എന്ന് പറയുന്നത് പച്ചപ്പ് വീണ്ടും വരിക എന്ന് പറയുന്നത് ഒരു റീജനറേഷൻ, റീബർത്ത്, ഹോപ്പ്, പ്രോസ്പെരിറ്റി ഇതൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതായത് യെല്ലോ ലീവ്സ് എപ്രകാരമാണ് ഹോപ്പ്ലെസ്നെസ്സിനെയും ലൈഫ്ലെസ്നെസ്സിനെയും പ്രതിനിധാനം ചെയ്യുന്നത്, അതേപോലെയാണ് ഗ്രീൻ ലീവ്സ് റീബർത്തിനെയും റീജനറേഷനെയും, വീണ്ടും ഒരു പച്ചപ്പ്, സമൃദ്ധി ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, വീണ്ടും മരങ്ങളിൽ പച്ചിലന്നുകൾ നിറയട്ടെ, അങ്ങനെ മരങ്ങൾ ഒരു സഹവാസയോഗ്യമാകുമ്പോൾ പക്ഷികൾ വീണ്ടും വരട്ടെ, അവർ ടുഗെദർ റീജോയ്സ് ചെയ്യട്ടെ, വീണ്ടും പക്ഷികൾ പാടട്ടെ എന്ന് പറയുന്നു. സോ ഇതൊരു സർഫസ് റീഡിങ് മാത്രമാണ്. ഈ പോയം ഒരു മൾട്ടി തിമാറ്റിക് ആണ്. സോ ഇതിന് ഒത്തിരി ഡീപ്പ് മീനിങ്, അണ്ടർ മീനിങ്സ് ഉണ്ട്. സോ ഇനി നമുക്ക് ഡീപ്പ് മീനിങ്സിലോട്ട് നോക്കി നമ്മൾ കാണുന്നത് പോയം ഒരു പൊളിറ്റിക്കൽ പോയമാണ്. അതിൻ്റെ ടോൺ എന്ന് പറയുന്നത് റെവല്യൂഷണറി ആണ്. ഇവിടെ പോയിറ്റാണ് സ്പോക്ക് പേഴ്സൺ ആൻഡ് ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ റൈറ്റ്സ് ഓഫ് ലേബറേഴ്സ്. അപ്പോൾ ഇതിൽ പോയിറ്റായ ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ ലൈഫ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു റെവല്യൂഷണറി ഐഡിയാസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അവിടെ ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന റൂളിംഗ് പവർ, അവരുടെ മാർജിനലൈസ്ഡ് ആയ ആൾക്കാരെ സപ്രസ് ചെയ്യുന്ന റൂൾസ് അല്ലെങ്കിൽ ലോസ്, ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത പടപൊരുതിയ ഒരു മനുഷ്യനാണ് ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന പോയിറ്റ്. സോ അദ്ദേഹത്തിൻ്റെ പോയംസിൽ ഞാൻ ആദ്യം പറഞ്ഞോണെങ്കിൽ കോമൺ ആയി കാണുന്ന തീംസ് എന്ന് പറയുന്നത് ടിറനി ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെയാണ്. അതായത് അദ്ദേഹം ഫാസിസത്തിനും ടിറനിക്കും എതിരെ ശബ്ദമുയർത്തിയ ഒരാളാണ്. സോ ആ ഒരു ഐഡിയ വെച്ച് ഈ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഡയറക്റ്റായി കാണാം, ഓട്ടം ഇസ് ദ മെറ്റഫോർ ഫോർ ടിറനി, ഫാസിസം ആൻഡ് ഡിക്റ്റേറ്റർഷിപ്പ്. ഓട്ടം എന്നതിനെ ഫാസിസമായിട്ട് റിലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓട്ടത്തിൻ്റെ ഇൻഫ്ലുവൻസ് വഴി അല്ലെങ്കിൽ ക്രുവാലിറ്റി വഴി ഇലകൾ നഷ്ടപ്പെട്ട മരങ്ങളെ നമുക്ക് സിവിലിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഫാസിസത്തിൻ്റെ റൂൾസ് അല്ലെങ്കിൽ ടിറണിയുടെയൊക്കെ ലോസ്, ഡോമിനേറ്റിംഗ് പവർ, അവരുടെ റൂളർഷിപ്പ് വഴിയായിട്ട് സിവിലിയൻസ് വല്ലാതെ അടിച്ചമർത്തപ്പെടുന്നു, മാർജിനലൈസ്ഡ് ആവുന്നു, അവർക്കൊന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പോലും അവർക്ക് വോയിസ് ഇല്ല, അവരെ കംപ്ലീറ്റ്ലി വോയിസ്ലെസ് ആക്കുന്നു. സോ ആ ഒരു ഫാസിസ്റ്റിക് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഫാസിസം, ആ നിയമങ്ങളെയാണ് പോയിറ്റ് ഇവിടെ ഓട്ടം എന്ന രീതിയിൽ പറയുന്നത്. അതായത് ഓട്ടം എന്ന സീസൺ എപ്രകാരമാണ് പ്രകൃതിയിൽ ഒരു പ്രതികൂലമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു ഡിസാസ്ട്രസ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതിയിലൊരു ഡെറ്റണിങ് ആൻഡ് മാലിഗ്നൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് ഫാസിസം സിവിലിയൻസിൻ്റെ ഉള്ളിൽ ഡിസാസ്ട്രസ് ആവുന്നത് എന്ന് പോയിറ്റ് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ ബേർഡ്സ് എന്ന് പറയുന്നത്, പക്ഷികൾ എന്ന് പറയുന്നത് ദ സിവിലിയൻസ് ഹു പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ഫാസിസം ആൻഡ് ദെയർ റൂൾസ് ആണ്. അതായത് ഇത്തരം നിയമങ്ങൾക്കും ഇത്തരം റൂളർഷിപ്പിനും എതിരായി പ്രൊട്ടസ്റ്റ് ചെയ്ത സിവിലിയൻസ് ആണ് ബേർഡ്സ്. സോ അവർ അവിടെ ഡൊമിനേറ്റിംഗ് ആയ പവറിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ റെവല്യൂഷണറി തോട്ട്സും ഐഡിയാസും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തത് കൊണ്ട് അവരെ, ഈ സിവിലിയൻസിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ് ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് ചെയ്യുന്നത്. കാരണം ഇവർ അവിടെ നിലവിൽ നിൽക്കുന്ന ഡോമിനേറ്റിംഗ് പവറിനെതിരായി പ്രൊട്ടസ്റ്റ് ചെയ്തു. സോ അവരെ ആ സ്ഥലത്ത് നിന്ന്, അവരുടെ ഹോംലാൻഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായ അവസ്ഥ വരുന്നു. കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പൂർണ്ണമായ അവരുടെ എക്സിസ്റ്റൻസ് തുടച്ച് മാറ്റിക്കൊണ്ട് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് എക്സൈൽ ചെയ്യേണ്ട ആവശ്യം വരുന്നു, മൈഗ്രേറ്റ് ചെയ്യേണ്ടതായി വരുന്നു. അവർക്ക് മറ്റൊരു കൺട്രിയിൽ അവരുടെ ഹോംലാൻഡ് അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിൽ അവർക്ക് ഷെൽട്ടർ തേടേണ്ടതായി വരുന്നു, അഭയം പ്രാപിക്കേണ്ടതായി വരുന്നു. കാരണം അവിടെ നിലനിൽക്കുന്ന
വ്യവസ്ഥിതിയോട് അവർ പടപൊരുതി. സോ അവരുടെ ഡോമിനേറ്റിംഗ് പവർ മൂലം ഇവർ അവിടെ നിന്ന് അവരുടെ ഹോംലാൻഡിൽ നിന്ന് പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടുന്നു. സോ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ അവരുടെ ഷെൽട്ടർ തിരയുന്നു. സോ അതാണ് ബേർഡ്സ്. അപ്പോൾ നമുക്ക് നോക്കാം, ലെറ്റ് വൺ ബേർഡ് സിംഗ് എന്ന ലാസ്റ്റ് ലൈൻ പറയുന്നത് ഒരു പക്ഷേ പോയിട്ട് ഹോപ്പ് ചെയ്യാണ് ഇനിയും ഏതെങ്കിലും സിവിലിയൻസ് വരും, അവർ വന്ന് വീണ്ടും റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും റെവല്യൂഷൻ തുടങ്ങും. അങ്ങനെ വീണ്ടും ഫാസിസം അല്ലെങ്കിൽ ടിറണിക്കെതിരായി ആൾക്കാർ ശബ്ദമുയർത്താൻ തുടങ്ങും. അങ്ങനെ അത് എൻഡ് ചെയ്യും. അങ്ങനെ പഴയ പച്ചപ്പിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ തിരിച്ചു വരും. അങ്ങനെ സിവിലിയൻസൊക്കെ ഒരിക്കൽ കൂടി അവർക്ക് റീബേർത്ത് അല്ലെങ്കിൽ റീജനറേഷൻ, ഹോപ്പ്, പ്രോസ്പെരിറ്റിയൊക്കെ കൈവരുമെന്ന് പറയുന്നു. സോ ഗീവ് സം ട്രീ ദ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ അഗെയിൻ എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡീപ്പ് മീനിങ്ങിൽ ഇങ്ങനെ നോക്കാം. ഇതൊരു പോയിറ്റിൻ്റെ വിഷാണ് ഫോർ സീയിങ് ദ റിസറക്ഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് സിവിലിയൻസ് എല്ലാം അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന പോയിറ്റിൻ്റെ പ്രതീക്ഷയാണ് ഗീവ് സം ട്രീ ദ ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ അഗെയിൻ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ poet as the spokesperson really wanted to see the fascism and tyranny to end. ഈ ഫാസിസം, ഈ റൂളർഷിപ്പ്, ഈ ഡോമിനേറ്റിംഗ് പവറൊക്കെ അവസാനിക്കണമെന്ന് പോയിട്ട് ഭയങ്കര ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് പോയിട്ട് പറയുന്നത് വീണ്ടും മരങ്ങളിൽ കുഴിഞ്ഞു പോയ ഇലകൾക്ക് പകരം പച്ചിലകൾ വരുന്നത് പോലെ വീണ്ടും റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഫാസിസം, ടിറണി എല്ലാം എൻഡ് ചെയ്ത് സിവിലിയൻസ് അവരുടെ പൂർണ്ണ റൈറ്റ്സ് എൻജോയ് ചെയ്ത് കഴിയുന്നൊരു നല്ലൊരു നാളെ വരണമെന്ന് പോയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം മരങ്ങളിൽ നിന്ന് എപ്രകാരമാണോ ഇലകൾ കൊഴിയുന്നത് അതുപോലെയാണ്, മീൻസ് ഓട്ടത്തിൻ്റെ സമയത്ത്, ഓട്ടം എന്ന സീസണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം മരങ്ങളിൽ നിന്ന് എപ്രകാരമാണ് ഇലകൾ കൊഴിയുന്നത് അതുപോലെയാണ് ഫാസിസം വഴി അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് വഴി സാധാരണ സിവിലിയൻസ് അവരുടെ റൈറ്റ്സ് ഇല്ലാതായി അവരും പൊഴിഞ്ഞു പോകുന്നത്. നമുക്ക് സിംബോളിക്കലി അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞ് എപ്രകാരമാണ് ഗ്രൗണ്ടിൽ സ്കാറ്റേർഡ് ആവുന്നത്, ഇവിടെ സ്കാറ്റേർഡിന് നമുക്ക് വേണമെങ്കിൽ സിംബോളിക്കലി സിവിലിയൻസ് ഗെറ്റ് അവരുടെ മസാക്കർ, ഒരു കൂട്ടക്കൊലയൊക്കെ ആയിട്ട് നമുക്ക് സിംബോളിക്കലി കണക്ട് ചെയ്യാം. അതായത് മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞ് ഗ്രൗണ്ടിൽ സ്കാറ്റേർഡ് ആവുന്നു. അതുപോലെ ഈ ഫാസിസം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് വഴിയായിട്ട് സിവിലിയൻസ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ട്, അതായത് കൂട്ടക്കൊലകളിലൊക്കെ വഴി ജീവൻ നഷ്ടപ്പെടുന്നു, അവർ ചിതറിക്കിടക്കുന്നു. സോ സ്കാറ്റർ എന്ന് നമുക്ക് സ്കാറ്റേർഡ് ഓവർ ദ ഗ്രൗണ്ട് നമുക്കിങ്ങനെ സിംബോളിക്കലി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായത് ഈ ഓട്ടത്തിനെ ഒരു ഡിക്റ്റേറ്റർഷിപ്പായിട്ടും ട്രീസിനെ സിവിലിയൻസ് ആയിട്ടും ബേർഡ്സിനെ ദ സിവിലിയൻസ് ഹു പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ദിസ് ഫാസിസം ആൻഡ് റൂളർഷിപ്പായിട്ടും കണക്ട് ചെയ്യാം. പക്ഷേ ഇതേപോലെ തന്നെ മറ്റു ചില സ്കോളേഴ്സ് ഇതിന് വേറെ കുറേ വായനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ട്രീസ് എന്ന് പറയുന്നതിന് ആഫ്രിക്കൻ സ്ലേവ്സായി പറയുന്നവരുണ്ട്. അതായത് ആഫ്രിക്കൻ സ്ലേവ്സിൻ്റെ എപ്രകാരമാണ് അടിച്ചമർത്തപ്പെട്ടത്, അവരെപ്രകാരമാണ് വോയിസ്ലെസ് ആയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റു ചില വായനകളിൽ ഈ ഓട്ടം എന്നതിന് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സായി പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ട്രീസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും ലോവർ ക്ലാസ്, ദ വർക്കിംഗ് പീപ്പിൾ ആയിരിക്കാം. അതായത് ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് എങ്ങനെയാണ്, റിച്ച് പീപ്പിൾ എങ്ങനെയാണ് പുവർ പീപ്പിളെ ലൂട്ട് ചെയ്തത്, അവരെ കൊള്ളയടിച്ചത് എന്നൊക്കെ പറയാം. സോ ഈ പോയം എങ്ങനെ വായിച്ചാലും നമുക്ക് ഒരു ഡോമിനേറ്റിംഗ് പവറിനെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു ഡിസാസ്ട്രസ് അല്ലെങ്കിൽ മോൺസ്റ്റർ പവറിനെ ഓട്ടമായി കാണാം. ആ മോൺസ്റ്റർ പവർ വഴി വേദന അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, ഇല്ലാതാവുന്ന, വോയിസ്ലെസ് ആവുന്ന, മാർജിനലൈസ്ഡ് ആവുന്ന ഒരു മൈനോറിറ്റിയെ നമുക്ക് ട്രീസായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ പൊതുവെ ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന പോയിറ്റിൻ്റെ തീംസ് ടിറണി ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ്, ഒപ്രഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഓട്ടത്തിനെ ഡിക്റ്റേറ്ററായിട്ടും അല്ലെങ്കിൽ ഫാസിസമായിട്ടും കണക്ട് ചെയ്യാം. ട്രീസിനെ സിവിലിയൻസ്, ഈ ഫാസിസം എന്ന ഭരണത്തിൻ്റെ കീഴിൽ വേദന അനുഭവിക്കുന്ന സിവിലിയൻസ് ആയിട്ടും കണക്ട് ചെയ്യാം. സോ എങ്ങനെ നോക്കിയാലും ഒത്തിരി മീനിങ്ങുള്ള ഒരു മീനിങ് ഫുൾ പോയം തന്നെയാണ് ഫൈസ് അഹമ്മദ് ഫൈസിൻ്റെ വെൻ ഓട്ടം കെയിം എന്ന പോയം.